ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിൽ റാണിഗഞ്ച് എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. റാണിഗഞ്ച് ഗ്രാമം അതിന്റെ കാലാവസ്ഥയ്ക്ക് പ്രശസ്തമായിരുന്നു. അവിടെ എല്ലാവർക്കും വലിയ വലിയ വീടുകൾ, പാടങ്ങളും ഉണ്ടായിരുന്നു. വാ മണിചാന്ദ്, വരൂ. ഞങ്ങൾ ഇത്ര സന്തോഷമായിട്ട് സംസാരിക്കുന്നത് വന്ന് കണ്ടിട്ട് പോ. മുതലാളി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ എപ്പോഴും ശോകമായിട്ടില്ലുണ്ടാവുക. നിന്റെ ഈ ശോകം കൊണ്ട് നിന്റെ വയറ് നിറഞ്ഞു പോയിട്ടുണ്ടാവും. അതെ, ഞങ്ങളെ നോക്ക്, ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഗ്രാമത്തലവനും സഹായിയും പറയുന്നത് കേട്ട് മാണിക് ചന്ദ് ഒരുപാട് വേദനയോടെ അവിടെ നിന്നും നടന്നുപോയി. പോ. നിന്റെ ജീവിതത്തിലുള്ള ഈ ശോകവും നിന്റെ മകൾക്കുള്ളമായിട്ട് അവൾക്ക് തന്നേക്കേ. അതുകൊണ്ട് അവൾ വളർന്നാലും വളരും. മാണിക് ചന്ദ് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോയി. മാണിക് ചന്ദിന്റെ മകൾ ഭക്തി, അവളുടെ ഉയരം 3 അടി 2 ഇഞ്ചായിരുന്നു. ഭക്തി മോളെ, നീ എവിടെയാ ഉള്ളത്? എനിക്ക് കുറച്ച് പഞ്ചസാര താ. എന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് വിരുന്നുകാര് വന്നു. ഇതാ ആന്റി, കൊണ്ടുവരാം. ഭക്തി തന്റെ വീട്ടിൽ നിന്നും ഒരു പാത്രത്തിൽ പഞ്ചസാര അടുത്ത വീട്ടിലെ ആന്റിക്ക് കൊടുത്തു. അതെന്താ കാര്യം എന്നറിയോ? എന്റെ പെണ്ണിനെ കല്യാണം നിശ്ചയിക്കാൻ ആള് വന്നിട്ടുണ്ടേ. ക്ഷണക്കത്ത് തരാം, നീ എന്തായാലും വരണം. എന്നിട്ട് നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടി അവിടെ നിന്ന് എടുത്തിട്ട് വരണം. അതെന്താന്നറിയോ? നിന്റെ അച്ഛനും ഇപ്പൊ പ്രായമായില്ലേ. നിനക്കും ഇപ്പൊ കല്യാണം ഒന്നും നടക്കാനും പോകുന്നില്ല. ആന്റി, ഇത് കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നു. ഞാൻ എന്തായാലും വരാം. ശരി മോളെ, നീ വരണം. നിനക്കിനി കല്യാണം ഇപ്പൊ നടക്കാനാ? നിനക്ക് വയസ്സായ ഒരാളെയും കൂടി കിട്ടില്ല. ശരി മോളെ, ഞാൻ പോവാ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയൽവാസി ആന്റി അവിടെ നിന്നും പോയി. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ മാണിക് ചന്ദ് പുറത്തു നിന്നും കേട്ടു. അദ്ദേഹം തന്റെ മകൾ ഭക്തിയോട് പറഞ്ഞു, ഇവിടെ നോക്കുമോളെ, നീ എന്തിനാ ഇവിടെ ഗ്രാമത്തിലുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്? അവരെല്ലാം നീ കുള്ളമായിട്ടുണ്ടെന്ന് നിന്നെ കളിയാക്കുന്നുണ്ട് മോളെ. അച്ഛാ, ഇതവരെപ്പോഴും പറയുന്ന കാര്യം തന്നെയല്ലേ. ഞാനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കാറേയില്ല. ശരി, അച്ഛൻ പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് മോളെ. എനിക്ക് ദയവായിട്ട് കഴിക്കാൻ വല്ലതും തന്നേക്ക്. എന്നാലേ എനിക്ക് കുറച്ച് ധൈര്യം വരുള്ളൂ. ശരി അച്ഛാ, ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. മാണിക് ചന്ദ് തന്റെ മകൾ ഭക്തിയുടെ കൂടെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഭക്തി പറഞ്ഞത്, അച്ഛാ, നാളെ ഭക്ഷണം ഉണ്ടാക്കാൻ വീട്ടിൽ അരിയില്ല, പാലുമില്ല, പിന്നെ ഗ്യാസും തീരാൻ പോവാണ്. എപ്പോ തീർന്നുവെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഏർപ്പാട് ചെയ്യാം മോളെ. നീ ഒന്നും വിഷമിക്കണ്ട. നാളെയുള്ള ഭക്ഷണത്തിന് കുറച്ച് അരി നമുക്ക് ചേർത്ത് വെച്ചേക്കാം. എന്നാലേ നമുക്ക് നാളെ കഴിക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ച ഉടനെ മാണിക് ചന്ദ് ഉറങ്ങാൻ കിടന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അദ്ദേഹം തന്റെ മകളെയും വീട്ടിലെ അവസ്ഥയും കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. പിറ്റേ ദിവസം രാവിലെ മാണിക് ചന്ദ് എണീറ്റ ഉടനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റാണിഗഞ്ച് റെയിൽവേ സ്റ്റേഷനിൽ യാത്രികർ നിറഞ്ഞിരുന്നു. കൂലി. പറയൂ സർ. ഞാൻ നിങ്ങളെ സഹായിക്കണോ? ഈ തിങ്സ് ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ പുറത്ത് വെച്ചേക്കണം, മനസ്സിലായോ? അങ്ങനത്തെ ചെയ്യാം സർ. ഒരു ബാഗിന് 30 രൂപയാണ്. നിങ്ങളുടെ അടുത്ത് മൊത്തം 4 ബാഗുണ്ട്. അങ്ങനെ വെച്ചാൽ മൊത്തം 120 രൂപ സർ. ഇത്ര ഓൾഡ് ആയിട്ടുണ്ട്. നിന്നെ കൊണ്ട് 4 ബാഗ് തൂക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ സാറേ? കടമ വരുമ്പോൾ നമുക്ക് എന്തായാലും ബലം വന്നേ പറ്റൂ. അത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് മാണിക് ചന്ദ് ആ 4 പെട്ടികളും തലയിലേറ്റി. എന്നിട്ട് സ്റ്റേഷന്റെ പുറത്തുള്ള വണ്ടിയെ നോക്കി നടന്നു. അപ്പോഴാണ് ഒരു ബൈക്ക് വന്ന് മാണിക് ചന്ദിനെ ഇടിച്ചിട്ടത്. എന്നിട്ട് ബൈക്കുകാരൻ നിർത്താതെ ഓടിച്ചുപോയി. എന്റെ ദൈവമേ, എന്തു പറ്റി? എന്റെ കാല്. എടാ കിഴവാ, വഴി നോക്കി നിനക്ക് വരാൻ പറ്റില്ലേ? ഇവിടെ കണ്ടില്ലേ, എന്റെ തിങ്സ് ഒക്കെ താഴെ വീണ് കിടക്കുന്നു. നീ പോയേക്ക്. എന്നെ കൊണ്ട് നിനക്ക് 1 രൂപ പോലും തരാൻ പറ്റില്ല. മാണിക് ചന്ദിന്റെ കാലിൽ വലിയ പരിക്ക് പറ്റി. മാണിക് ചന്ദ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അച്ഛന്റെ അവസ്ഥയറിഞ്ഞ് ഉടനെ തന്നെ ഭക്തിയും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അച്ഛാ, ഒന്നും പേടിക്കേണ്ട, പെട്ടെന്ന് ശരിയാകും. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ കൂടെയില്ലേ. ഇനി നമ്മൾ 2 പേരും നമ്മൾ എങ്ങനെയാ മോളെ നോക്കാൻ പോകുന്നത്? നമ്മളെ അടുത്ത് ഇപ്പൊ പണവും ഇല്ല, പിന്നെ നമ്മളെ സഹായിക്കാൻ ആരും നമ്മളെ അടുത്ത് ഇല്ലല്ലോ. എന്താ ചെയ്യാ? ഞാൻ എന്റെ കാതിലുണ്ടായിരുന്ന സ്വർണ്ണക്കമ്മൽ പണയം വെച്ചിട്ടുണ്ട്. അച്ഛന്റെ ചികിത്സയ്ക്ക് അത് ഉപയോഗപ്പെടും. നാളെ മുതൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂലിവേല ചെയ്യാൻ പോവാണ്. വീടിന്റെ ലക്ഷ്മിനെ മറ്റുള്ളവരെ ചുമ സമയിക്കാൻ അത് നന്നായിട്ടുണ്ടാവില്ല മോളെ. പക്ഷെ ഇപ്പോൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ലല്ലോ. മാണിക് ചന്ദ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വിശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഭക്തി കൂലിവേല ചെയ്യാൻ തുടങ്ങി. കൂലി. പറയൂ മേഡം, നിങ്ങളുടെ സാധനങ്ങൾ എവിടെ എത്തിക്കണം? സ്റ്റേഷന്റെ പുറത്തുള്ള വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുക. ഭക്തി ആ സ്ത്രീയുടെ സാധനങ്ങളെല്ലാം പുറത്ത് വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പൈസ വാങ്ങി. മോളെ,
നീ വേറെ എന്തൊക്കെ ജോലി ചെയ്യും? നിന്റെ മുഖം കണ്ടാൽ അറിയാം നന്നായി പഠിച്ചതാണെന്ന്. അതെ, ഞാൻ BA പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്റെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. ഇത് വളരെ നല്ല കാര്യമാണ്. ഇതാ എന്റെ കാർഡ്. നിനക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ ബന്ധപ്പെടണം. ഞാൻ എന്തായാലും നിന്നെ സഹായിക്കും. പകൽ സമയങ്ങളിൽ ഭക്തി കൂലിവേല ചെയ്ത് വീട്ടിലേക്ക് സമ്പാദിക്കും. രാത്രി സമയങ്ങളിൽ തന്റെ അച്ഛനെ പരിപാലിക്കും. പതുക്കെ പതുക്കെ ഈ കാര്യങ്ങൾ ഗ്രാമം മുഴുവൻ അറിഞ്ഞു. കുള്ളിയായ കൂലിക്കാരിയെന്ന് ഭക്തിയെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊന്നും തന്നെ ഗ്രാമത്തലവനും സഹായിക്കും ഇഷ്ടപ്പെട്ടില്ല. മലയാളി, നിങ്ങൾ കേട്ടോ ഇല്ലേ? ഇപ്പോഴൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ എന്താ സംഭവിക്കുന്നറിയോ? ഒറ്റ ഒരാളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ആ കുള്ളമായ കൂലിനെ പറ്റിയാണ്. അതാണ് ആ മാണിക്ചന്ദിന്റെ മകളെ പറ്റി. ആ കുള്ളമായ കൂലി, അവൾ എന്തിനാണ് നമ്മുടെ ഗ്രാമത്തെ ജനിച്ചതെന്ന് അറിയില്ല. അവൾക്ക് നമ്മൾ പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. ഗ്രാമത്തലവനും സഹായി ശക്തിമാനും ഒരു തീരുമാനമെടുത്തു. അതായത് ഭക്തിയെ ആൾക്കൂട്ടത്തിനിടയിൽ പരിഹസിക്കണമെന്ന്. ഭക്തി, ഇവിടെ വാ മോളെ. എന്റെ തിങ്സ് ട്രെയിനിലൊക്കെ വെച്ചേക്ക്. വേറൊരു 2 ബാഗാണുള്ളത്. ഗ്രാമത്തലവന്റെ ആ 2 ബാഗിലും ചെങ്കലുകൾ നിറച്ചു വെച്ചിരുന്നു. അതിന് ഒരുപാട് ഖനമുണ്ടായിരുന്നു. ഭക്തിക്ക് ഇതൊന്നും മനസ്സിലായില്ല. ചെങ്കലുകൾ നിറഞ്ഞ ആ 2 ബാഗും അവൾ എടുക്കാൻ ശ്രമിച്ചു. ഇത് ഭയങ്കര വെയിറ്റ് ആണല്ലോ. ഈ ഒരു ബാഗിന്റെ വെയിറ്റ് 10 ബാഗിന്റെ വെയിറ്റ് പോലെയുണ്ട്. എവിടെ നോക്കും മോളെ, അതിനനുസരിച്ച് നിനക്ക് ഞാൻ പൈസയും തരുന്നുണ്ട്. വേഗം തന്നെ ഞങ്ങളുടെ ബാഗ് എടുത്ത് വെക്കേ, ഇല്ല ഞങ്ങളുടെ ട്രെയിൻ അങ്ങ് പോകും. ഭക്തി ഒരുപാട് ശ്രമിച്ചു നോക്കി ആ വെയിറ്റുള്ള ബാഗ് എടുക്കാൻ. പക്ഷേ അവളെ കൊണ്ട് അത് രണ്ടും എടുക്കാൻ പറ്റിയില്ല. അതേ കാരണം കൊണ്ട് അവർ 2 പേരുടെയും ട്രെയിൻ അവിടെ നിന്നും പോയി. നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ ട്രെയിൻ ഞങ്ങൾ മിസ് ചെയ്തത്. ഇപ്പൊ മൊത്ത ട്രെയിനിന്റെ ചെലവ് ഞങ്ങൾക്ക് അനാവശ്യമായില്ലേ? ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകാൻ ഇനി ഒറ്റ ട്രെയിനേ ഉള്ളൂ. അതും സത്യമാണ്. ഇത്രയും കുള്ളമായിട്ടുണ്ടായിട്ട് ഈ ജോലി എന്തിനാ ചെയ്യേണ്ടത്? അത് ഇങ്ങനത്തെ ജോലി. നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ മീറ്റിംഗും തള്ളിയിടാനുള്ളത് വന്നത്. എന്ത് ചെയ്യാനാ? എന്നോട് ക്ഷമിക്കണം ഗ്രാമത്തലവനെ. എന്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഞങ്ങൾ എവിടെ പോകും? എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഗ്രാമത്തിലുള്ള നിങ്ങളുടെ സ്ഥലം ഞങ്ങളെടുത്ത് അടവങ്ങ് വെച്ചേക്ക്. പിന്നെ നിന്റെ അച്ഛൻ മാണിചന്ദനെ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനായിട്ട് അങ്ങ് വിട്ടേക്ക്. എന്നോട് കരുണ കാണിക്കണം. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. തലൈവരും ശക്തിമാനും ഭക്തി പറഞ്ഞതൊന്നും തന്നെ കേട്ടില്ല. എന്നിട്ട് ഗ്രാമത്തിലേക്ക് പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭക്തിയുടെ അച്ഛൻ മാണിക്ചന്ദിനെ അപമാനിച്ചു. എവിടെയാ ഉള്ളത് മാണിചന്ദ്? ഇവിടെ നോക്ക്. നിന്റെ മകൾ ഞങ്ങൾക്ക് എത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിനക്ക് അറിയാമോ? ഇപ്പൊ നീ നിന്റെ എല്ലാ സ്ഥലവും ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ട് ഇപ്പൊ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ജോലി ചെയ്യാവുന്നേക്ക്. എന്റെ മൊത്തം പണം തിരിച്ചു തരുന്നവരെ. മാണിക്ചന്ദ് ഊന്നുവടിയുമായി അപ്പോഴാണ് വീടിന് വെളിയിലേക്ക് വന്നത്. എന്നെ കൊണ്ട് എങ്ങനെയാണ് എന്റെ മൊത്തം പണം തിരിച്ചു തരാൻ പറ്റുക മുതലാളി? ഞങ്ങളടുത്ത് അത്ര വരുമാനമൊന്നും ഇല്ല മുതലാളി. ഞങ്ങൾ കഴിക്കുന്ന തന്നെ 2 നേരമുള്ള ഭക്ഷണേ ഉള്ളൂ. അച്ഛൻ അവരുടെ മുന്നിൽ കെഞ്ചുന്നത് കണ്ട് ഭക്തിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷെ എന്റെ പെണ്ണിനെ മാത്രം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്റെ മകളെ ദയവായിട്ട് നിങ്ങൾ വിട്ടേക്ക്. നാളെ തൊട്ട് ജോലിക്ക് വന്നേക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവനും ശക്തിമാനും അവിടെ നിന്നും പോയി. അച്ഛാ, നിങ്ങൾ കരയരുത്. ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഞാൻ ഒരുപാട് പരിശ്രമിക്കും. അച്ഛൻ എന്തായാലും എന്നെ പറ്റി അഭിമാനിക്കും. ഇവിടെ നോക്കുമോളെ, ഞാനാണ് ഏറ്റവും വലിയ മണ്ടൻ. ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തിരുന്നത്. ഞാൻ നിന്നെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഗ്രാമത്തിൽ നിന്ന് എല്ലാരും മുമ്പ് വെച്ച് നമുക്ക് അവമാനമാണ് നടത്തിയത്. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നെ ദയവായി ക്ഷമിക്കും മോളെ. എന്നെ കൊണ്ട് നിനക്ക് സന്തോഷം നൽകാൻ പറ്റിയില്ല. നിനക്കൊരു കല്യാണം ചെയ്യിപ്പിച്ചിട്ട് നിനക്കൊരു സന്തോഷം നൽകാൻ പറ്റിയിരുന്നില്ല. ഇതിൽ ഒരു കാര്യത്തിലും അച്ഛന്റെ പേരിൽ ഒരു തെറ്റും ഇല്ല അച്ഛാ. അച്ഛൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്. പിറ്റേ ദിവസം തന്നെ മാണിക്ചന്ദ് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഭക്തിക്ക് ആ സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഓർമ്മ വന്നത്. അവരെയാണ് അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. ഭക്തി അവരെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഭക്തിക്ക് മനസ്സിലായത്, അതായത് റാണിഗഞ്ചിന്റെ കലക്ടർ വേറെ ആരും അല്ലെന്ന്, അതായത് വസുന്ധര ദേവിയാണെന്ന്. ഭക്തി അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു.
ഇങ്ങോട്ട് നോക്ക് ഭക്തിമോളെ, ഇതിന് എല്ലാത്തിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, നിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. നീ എപ്പോഴും എല്ലാ കാര്യങ്ങളും സഹിക്കുന്നു. ഈ കാലത്തെ പെൺകുട്ടികൾ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. നീ ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ദുഃഖിതയാകണോ? നിനക്കിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. നീ ഒരു മനുഷ്യന്റെയും അടിമയല്ല. ഞാൻ ഇത്രയും കുള്ളിയായത് കാരണം ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. എനിക്കും മാഡത്തിനെ പോലെ വലിയൊരു ഓഫീസർ ആകണമെന്ന ആഗ്രഹം. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. നാളെ മുതൽ നിന്നെ ഒരു ലോക്കൽ ക്യാമ്പിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അവിടെ നിന്നെ പോലുള്ള ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ വരും. പക്ഷെ അതിനു മുൻപ് നീ കുറച്ച് പരീക്ഷകൾ എഴുതണം. നിനക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ സംഭവിച്ചു. ഭക്തി എല്ലാ പരീക്ഷകളും എഴുതി. ആ പരീക്ഷകളിലെല്ലാം ഭക്തി ഒന്നാമതായി. സബാഷ് ഭക്തിമോളെ, സബാഷ്. ഇനി നീ പോലീസ് ആകുന്നതിൽ നിന്നും ആർക്കും തടയാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും കാരണം മാഡം എനിക്ക് കാണിച്ചു തന്ന ശരിയായ വഴിയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയ ഭക്തി പോലെ ദുഃഖിതയായി ഇരുന്നേനെ. ഇപ്പോൾ എനിക്ക് ഫിസിക്കൽ എക്സാം മാത്രമേ ബാക്കിയുള്ളൂ. അത് നടക്കാൻ പോകുന്നത് എന്റെ റാണിഗഞ്ച് ഗ്രാമത്തിലാണ്. പിറ്റേ ദിവസം ഭക്തി ഫിസിക്കൽ എക്സാമിനേഷന് തയ്യാറായി. അവിടെ ഗ്രാമത്തലവന്റെ ഒരേ ഒരു മകളും ഉണ്ടായിരുന്നു. നിങ്ങൾ 400 മീറ്റർ റേസ് വെറും 3 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഓ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ നീ എന്ത് ചെയ്യും ഭക്തി? നിനക്ക് ഉയരം തന്നെ ഇല്ലല്ലോ. മത്സരം തുടങ്ങി. ഭക്തി 3 മിനിറ്റിന് പകരം 2 മിനിറ്റിലെ ഓടിയെത്തി. ഭക്തി റാണിഗഞ്ചിലെ ACP ആയി മാറി. ഏകദേശം 6 മാസമായി കാണും മാണിക് ചന്ദ് തന്റെ മകളെ കണ്ടിട്ട്. മുതലാളി, എന്നെ ഇവിടുന്ന് പോവാൻ വിടൂ. ഇതുവരെ 6 മാസം ആയിട്ടുണ്ട്. ഇപ്പോഴെന്റെ കടൻ അടഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ദയവായിട്ട് എന്റെ മകളെ കാണാൻ നിങ്ങൾ സമ്മതിപ്പിക്കണം. അവളിപ്പോഴെന്ത് സ്ഥിതിയിലുണ്ടാവും അറിയില്ല. അവളെ ആരാണ് ശ്രദ്ധയോടെ നോക്കുന്നത്? എനിക്ക് ഒന്നും അറിയില്ല. നീ ഇനി 6 മാസം ഇവിടെ തന്നെ ജോലി ചെയ്യണം. അതിനുശേഷം നിനക്ക് എങ്ങോട്ട് പോണോ നീ പോയിക്കോളൂ. അങ്ങനെ തന്നെ ചെയ്യണം. ഇതിനു മേലെ നീ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പേരിൽ മോഷണം എന്ന് ഞാൻ പേരിടും. പിന്നെ നിന്നെ ഞാൻ ജയിലിട്ടും, ഓർമ്മിച്ചോ? ഗ്രാമത്തലവൻ മാണിക് ചന്ദിനെ ഒരുപാട് കാര്യങ്ങളിൽ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഭക്തി പോലീസ് യൂണിഫോമിൽ അങ്ങോട്ടേക്ക് എത്തിയത്. ആ വണ്ടിയുടെ ചുവന്ന സൈറൺ കണ്ടിട്ട്, പിന്നെ ആ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ഗ്രാമത്തലവൻ മാണിക് ചന്ദിനോട് എന്ത് പറഞ്ഞെന്നോ? കണ്ടില്ലേ, എന്റെ മകൾ വന്നു. ഞാൻ എന്റെ മകളിന് എല്ലാ പഠിപ്പും തന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാരായിട്ട് എന്റെ മകൾ ഈ വീടിന്റെ ലക്ഷ്മിയായിട്ട് മാറിയിട്ടുണ്ട്. ഓ, ഇവിടുന്ന് പോയേക്ക്. പിന്നെ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോയി നോക്ക്. ഗ്രാമത്തലവനും ശക്തിമാനും പൂജാ സാധനങ്ങൾ എടുത്ത് വീടിന്റെ വാതിക്കൽ തന്റെ മകൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ വണ്ടിയുടെ ഡോറ് തുറന്നപ്പോൾ അവർ രണ്ടുപേരും പകച്ചു നിന്നുപോയി. അത് വേറെ ആരുമല്ല, ഭക്തി തന്റെ പോലീസ് യൂണിഫോമിൽ ഗംഭീരമായി അവിടെ തന്നെ നിന്നു. അവളെ കണ്ട് ഗ്രാമത്തലവനും ശക്തിമാനും വളരെയധികം ഭയന്നുപോയി. ഇത് എങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെ ഇവിടെ എത്തിയത്? പിന്നെ നീ എങ്ങനെ പോലീസ് ഡ്രസ് ഇട്ടത്? ഇന്ന് ഞാനൊരു പോലീസുകാരിയാണ്. നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ മകളുടെ ശബ്ദം കേട്ടയുടനെ മാണിക് ചന്ദ് വീട്ടിന് പുറത്തേക്ക് വന്നു. എന്നിട്ട് സന്തോഷ കണ്ണീരോടെ ഭക്തിയെ കണ്ട് എന്തു പറഞ്ഞെന്നോ? ഈ പാവപ്പെട്ട അച്ഛന് നീ വളരെ സന്തോഷം തന്നിട്ടുണ്ട് മോളെ. എന്റെ മകൾ ഒരു പോലീസുകാരിയായിട്ടുണ്ട്. ദൈവത്തിനാണ് ഞാൻ വളരെ നന്ദി പറയേണ്ടത്. ഈ ഗ്രാമത്തിന് മൊത്തം ഞാൻ മിഠായി വാങ്ങിക്കൊടുക്കാൻ പോവുകയാണ്. വെറും മിഠായി വാങ്ങി കൊടുക്കണ്ട അച്ഛാ, രസ്മലായി വാങ്ങൂ. ഇനി മുതൽ പിശുക്കത്തരം കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭക്തിയെ പോലീസ് യൂണിഫോമിൽ കണ്ട് ഗ്രാമത്തലവനും ശക്തിമാനും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഭക്തിയുടെ കൂടെ വന്ന പോലീസ് കോൺസ്റ്റബിൾ അവരെ തടഞ്ഞു. അപ്പോൾ ഭക്തി പറഞ്ഞു, ഇവരെ ജയിലിൽ അടയ്ക്കണം. എന്നിട്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവർ എന്റെ അച്ഛനും എനിക്കും ഒരുപാട് പാവപ്പെട്ട ആളുകളെയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവരെ കൊണ്ടുപോ. കണ്ടില്ലേ മുതലാളി, നിങ്ങൾ എപ്പോഴും എന്നെയും പിന്നെ എന്റെ മകളെയും ഈ ഗ്രാമത്തിൽ കളിയാക്കാറുണ്ടല്ലേ. ദൈവത്തിന് കണ്ണുണ്ട്, അവരന്ധനല്ല. എന്നെ ദയവായിട്ട് ക്ഷമിക്കും മകളെ. ഞാനെന്ന ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചെയ്ത പാവത്തിന് എന്തായാലും ഞാൻ പ്രായശ്ചിത്തം കിട്ടും. എന്നെയും ദയവായിട്ട് ക്ഷമിക്കും മോളെ. ഗ്രാമത്തലവനെയും ശക്തിമാനെയും ജയിലിലേക്ക് കൊണ്ടുപോയി. ഭക്തി പോലീസുകാരിയായി മാറി തന്റെ ജോലി വളരെ നന്നായി കൈകാര്യം ചെയ്തു. എന്നിട്ട് തന്റെ അച്ഛന്റെ പേര് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചു.